ഹലോ ഞാൻ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കലാത്തിയ പ്ലാന്റ്സിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതിന് കൊടുക്കുന്ന വളം എന്നിവയെക്കുറിച്ചാണ്. കലാത്തിയയുടെ കളക്ഷൻ ഉള്ളവരും കലാത്തിയെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ്സ് കലാത്തിയാണ്. ഒരുവിധം കളക്ഷനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് വഴിയേ കാണാം. നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഭംഗി. സെയിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ്സാണ് കലാത്തിയ. കാരണം പെട്ടെന്ന് തന്നെ ഒരുപാട് ഷൂട്ട്സൊക്കെ വന്ന് ഇതിന് വരാറുണ്ട്. അത് നമുക്ക് മാറ്റി നട്ട് പുതിയ പ്ലാന്റ്സൊക്കെ ആക്കി മാറ്റാൻ കഴിയും. ഇതിൻ്റെ ലീഫൊക്കെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നതും ഓരോന്നിനും ഓരോ പാറ്റേൺസാണ്. ഇതിൻ്റെ പോട്ടിമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ തൊടിയിലെ കട്ടയില്ലാത്ത മണ്ണും അത്രയും തന്നെ ചകിരിച്ചോറും എടുക്കുക. ചകിരിച്ചോറ് നിർബന്ധമായിട്ടും വേണം. കൂടാതെ മണലുണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാം. വെള്ളം വാർന്നു പോകാനും മണ്ണ് കട്ട പിടിക്കാതിരിക്കാനും വേരോട്ടത്തിന് ഇത് നമ്മളെ സഹായിക്കും. ചാണകപ്പൊടിയും കുറച്ച് വെർമി കമ്പോസ്റ്റും കൂടി ചേർത്ത് പോട്ടി മിക്സ് നമുക്ക് തയ്യാറാക്കാം. കലാത്തിയുടെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് കൊണ്ട് മണ്ണിൻ്റെ പകുതി മാത്രം ചാണകപ്പൊടി ചേർത്താൽ മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ എല്ലുപൊടി ചേർക്കാം. പിന്നീട് അപ്പോൾ നമുക്ക് വളമൊന്നും ചേർക്കേണ്ടി വരില്ല. ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനും വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ഒട്ടുമിക്ക പ്ലാന്റ്സിനും ഇതിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ചെടി നടുമ്പോഴും സാഫ് പോലുള്ള ഫംഗിസൈഡ് നമുക്ക് ചേർക്കാം. പോട്ടി മിക്സ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സാഫ് ചേർക്കാൻ. കൂടുതലാവുന്നത് നല്ലതല്ല. ഇതുകൂടാതെ പെർലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഒട്ടുമിക്ക വളക്കടകളിലും നഴ്സറികളിലും നമുക്കിത് വാങ്ങാൻ കിട്ടും. ഈ ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്കിത് സഹായിക്കും. നല്ല ഹോളുള്ള ഒരു പോട്ട് വേണം നമ്മൾ പ്ലാന്റ്സ് പോട്ട് ചെയ്യാനായിട്ട് എടുക്കാൻ. താഴെ നമ്മൾ ഓടിൻ കഷ്ണം ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. തൈകൾ നടുമ്പോൾ ഫംഗിസൈഡ് ചേർത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നടുന്നത് നല്ലതാണ്. അത് ചീഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചെടി ഒരുപാട് മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കരുത്. ചുവടിന് അടുത്ത് മാത്രമേ മണ്ണിടാവൂ. നട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2-3 ദിവസം നല്ല തണലത്ത് വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് മാത്രമേ അല്പം സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. ചെടി നട്ട ഉടനെ തന്നെ യാതൊരു വളവും നമുക്ക് ചേർക്കേണ്ടതില്ല. 2 ഇല വന്നതിന് ശേഷം മാത്രം വളം ചേർത്താൽ മതിയാവും. വളം എന്ന് പറയുന്നത് 19-19-19 ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകൾക്ക് നല്ല പച്ചപ്പ് കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും സഹായിക്കും. കൂടാതെ നല്ല ബുഷിയായിട്ട് വളരാനും ഇത് നല്ലതാണ്. മാസത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയയ്ക്ക് അധികം വെള്ളമാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെയിലത്ത് കൊണ്ടുവയ്ക്കാനും പാടില്ല. ഇലകളെ പെട്ടെന്ന് തന്നെ ചുരുണ്ടു പോകാനും കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വയ്ക്കരുത്. ഒരു ഷെയ്ഡിൽ മാത്രം വച്ചാൽ മതിയാവും. കേടാവുന്ന ഇലകൾ അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. എന്നാലേ നല്ല ഭംഗിയായി ചെടി നിൽക്കുകയുള്ളൂ. കാണാനും നല്ല ഭംഗിയുണ്ടാവും. ചാണകത്തിൻ്റെ തെളി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ കപ്പലിൻ്റെ പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് അതിൻ്റെ തെളി നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ലോണം തൈകൾ വരാനായിട്ടും സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. കലാത്തിയ പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ചിലരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചെടികൾ കലാത്തിയ പ്ലാന്റ്സ് ഒന്നും നന്നായിട്ട് വന്നില്ല എന്നെല്ലാം പറഞ്ഞ്. ഇങ്ങനെ ഒന്ന് വച്ച് നോക്കൂ. ചെടികളെല്ലാം നല്ലതായിട്ടും ബുഷിയായിട്ടും വളരും. എൻ്റെ കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും